ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 6ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. അതിലെ ആദ്യത്തെ 3 പാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ആ വീഡിയോസ് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണുക കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് റിലേഷൻ എമംഗ് നമ്പർ സീക്വൻസ് എന്ന പോർഷൻ ആണ്. അപ്പോൾ ഇതിലെന്താണ്, ഇവിടെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് അല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം പാറ്റേൺസ് പഠിച്ചതാണ്. ഇവിടെ 1 = 1. then 1 plus 3, 1ഉം 3ഉം അടുത്തടുത്ത ഓഡ് നമ്പേഴ്സ് കൂട്ടിയപ്പോൾ നമുക്ക് 4 എന്ന് കിട്ടി. 4 എന്ന് പറയുന്നത് എന്താ, 2ന്റെ സ്ക്വയർ ആണല്ലോ. അപ്പൊ നമുക്ക് 4ന് പകരം 2 സ്ക്വയർ എന്ന് കൊടുക്കാം. ഓക്കെ, 4ന് നേരെ 2 സ്ക്വയർ. അടുത്ത ഓഡ് നമ്പേഴ്സ് 1 plus 3 plus 5 ആഡ് ചെയ്യുമ്പോൾ 9 എന്ന് പറയുന്നത് 3 സ്ക്വയർ ആണ്. then 1 plus 3 plus 5 plus 7 plus 16 എന്ന് പറയുന്നത് 4ന്റെ സ്ക്വയർ ആണ്. then 1 plus 3 plus 5 plus 7 plus 9 എന്ന് പറയുന്നത് 25 ആണ്. 25 is 5 square. then ഇവിടെ 1 plus 3 plus 5 plus 7 plus 9 plus 11 = 36. that is 6 square അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ വരച്ച് നോക്കാം. ഇതിനെ പാറ്റേണിലെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. 1 square = 1. അപ്പോൾ ഞാൻ ഇവിടെ 1 ഒരു സ്ക്വയർ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തു. then അടുത്ത 1 plus 3. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം 1-നൊരു 1 കൊടുത്തു. അത് കഴിഞ്ഞ് 3 1 2 3 കണ്ടോ, ഇതിനകത്ത് 1 2 3 ഡോട്ട്. അടുത്ത് 1 plus 3 plus 5. ഇവിടെ നോക്കാം, ആദ്യം ഞാനിവിടെ 1-നൊരു ഡോട്ട് കൊടുത്തു. then 3ക്ക് 1 2 3 കണ്ടോ, 5-ന് 1 2 3 4 5 ഡോട്ട്സ് ഇതിനകത്തുണ്ട് ഇല്ലേ. then അടുത്ത് 16 നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ആദ്യം 1, then 1 plus 3, then 5, 1 2 3 4 5. again അടുത്ത് 7, 1 2 3 4 5 6 7 കണ്ടോ. അങ്ങനെ അടുത്ത ഏതാ, അപ്പോൾ നമുക്കിവിടെ എന്ത് വന്നു, 16 വന്നു. അത് കഴിഞ്ഞ് 25 കണ്ടോ. 25-നെ നമുക്ക് എങ്ങനെ എഴുതാം, ആദ്യം 1-നെ, then അത് കഴിഞ്ഞ് 3, then അടുത്ത ഓഡ് നമ്പർ 5, നെക്സ്റ്റ് ഓഡ് നമ്പർ ഏതാ 7, then 9. ഓക്കെ, ഇത്രയും ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ 25 വന്നു അല്ലേ. ഇവിടെ ഇത് 25, ഇത് 16, this is 9 2 and this 1. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഈ പാറ്റേണിനെ ഇങ്ങനെ എൽ ഷേപ്പിൽ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ചെയ്യാം. ദിസ് ഈസ് റിയലി ബ്യൂട്ടിഫുൾ അല്ലേ. വൈ ഡസ് ദിസ് ഹാപ്പൻ? ഡു യു തിങ്ക് ഇറ്റ് വിൽ happen forever? The answer is that the pattern does happen forever, but why? As mentioned earlier, the reason why the pattern happens is just as important and excited as the pattern itself. അതെന്താണ്, നമ്മുടെ ഓഡ് നമ്പേഴ്സ് ആണ് ഇങ്ങനെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും കിട്ടുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആയിരിക്കും. അടുത്തടുത്തുള്ള ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആയിരിക്കും. ഓക്കെ അല്ലേ. then അടുത്ത് ഇവിടെ വേറൊരു പാറ്റേൺ ഉണ്ട്, അത് നമുക്ക് ചെയ്തു നോക്കാം. Another example of such a relation between sequence adding up and down. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താ, ഇവിടെ 1-നെ 1 എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, then 1 2 1 1 2 എഴുതി, അത് കഴിഞ്ഞ് വീണ്ടും 1-ലോട്ട്. then അടുത്ത പാറ്റേൺ കണ്ടോ, 1 2 3 3 കഴിഞ്ഞിട്ട് വീണ്ടും താഴോട്ട് 2 1 = 9. then 1 2 3 4 4 കഴിഞ്ഞ് വീണ്ടും താഴോട്ട് 3 2 1. അതുപോലെയാണ് ഈ പാറ്റേൺസ് അത്രയും എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ ആൻസർ എന്താണ്, 1 എന്ന് പറയുന്നത് 1-ന്റെ സ്ക്വയർ ആണ്. 4 is 2 സ്ക്വയർ. ഇവിടുത്തെ 9 എന്ന് പറയുന്നത് 3 സ്ക്വയർ. 16 is 4 സ്ക്വയർ and 25 is 5 സ്ക്വയർ. 36 is 6 സ്ക്വയർ അല്ലേ. അപ്പോൾ നമ്പേഴ്സിനെ അപ്പ് ആൻഡ് ഡൗൺ എഴുതിയപ്പോഴും ഓഡ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ എടുത്ത് ആഡ് ചെയ്തപ്പോഴും നമ്പേഴ്സിനെ അപ്പ് ആൻഡ് ഡൗൺ എഴുതി ആഡ് ചെയ്തപ്പോഴും നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്, ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പറാണ്. അപ്പോൾ ഞാൻ ഇവിടെ 1-നെ 1 ഡോട്ട് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തു. then അടുത്തത് നോക്കിയേ, ഇതാ then അടുത്ത് 1 2 1 ആണ്. അപ്പോൾ എന്താണ്, ഇവിടെ 1 then 2, ഇവിടെ വീണ്ടും 1. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്കൊരു സ്ക്വയർ അല്ലേ കിട്ടിയത്, 4 ഡോട്ട്സ്. അടുത്ത് 1 2 3 2 1. അപ്പോൾ അവിടെയും എങ്ങനെയാണ്, ഇതാ ഇവിടെ 1 2 3
അഗൈൻ 2 1 അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടി? 3 ഡോട്ട്സ് വീതം 3 റോയിൽ. അപ്പോൾ എന്ത് വന്നു? 9 വന്നു. ഒരു സ്ക്വയർ ആണ് അല്ലേ അതും. അത് കഴിഞ്ഞ് ഇവിടെ 1 2 3 4 അത് കഴിഞ്ഞ് വീണ്ടും താഴോട്ടാണ്. 4 കഴിഞ്ഞ് 3 2 1 കണ്ടോ? അവിടെ നമുക്ക് പാറ്റേൺസ് വരച്ചപ്പോൾ എന്താണ്? ഒരു സ്ക്വയർ മോഡലാണ് കിട്ടിയത്. അടുത്ത് വീണ്ടും 1 2 3 ഇവിടെ 4 5 വീണ്ടും താഴോട്ട് വരും അല്ലേ? then 4 3 2 1 ഓക്കെ. അപ്പോഴും നമുക്ക് ഒരു സ്ക്വയർ നമ്പറാണ് കിട്ടി. 36ഉം 1 2 3 4 5 6 വരെ വരച്ചിട്ട് വീണ്ടും താഴോട്ട് വരയ്ക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഡിഫറെൻറ്റ് പാറ്റേൺസ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം.